എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്കുളമാണ്. മക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏഷ്യ കപ്പിൽ കഴിഞ്ഞതിന് ശേഷം വളരെയധികം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പോസ്റ്റുകളാണ്. ചർച്ചതാണ്, അതായത് സ്പോർട്സ് ഫാൻ സ്പിരിറ്റ്, ഹസ്തദാനം എന്തുകൊണ്ടില്ല, നമ്മൾ എന്തുകൊണ്ട് ഇന്ന് BCCIക്ക് ഇത് ബഹിഷ്കരിച്ചുകൂടെ എന്നാണ് ഒരു പക്ഷം ചോദിക്കുന്നത്. വേറൊരു പക്ഷം പറയുന്നത് എന്തിനാണ് ഹസ്തദാനം കൊടുക്കുന്നത്, കാരണം അവരുടെ കളിക്കാർക്ക് വേണ്ട പോലെ ഇന്നലെ കുതിര കിട്ടിയിട്ടുണ്ട്. കുതിര കിട്ടിയിട്ട് പറഞ്ഞാൽ നല്ല നല്ല രസമുള്ള കളിയായിരുന്നു. അഭിഷേക് ശർമ്മയും ശുഭങ്കിലും കൂടി പഞ്ഞിക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു വാങ്ങിയതാണ്. അപ്പോൾ അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവർ വിമാനം താഴെ വീഴുന്ന പോലത്തെ ആംഗ്യങ്ങൾ, അതേപോലെ തന്നെ തോക്ക് ചൂണ്ടിയിട്ടുള്ള ആഘോഷ പ്രകടനം ഒക്കെ വളരെ നന്നാവുന്നുണ്ട്. കാരണം അവർക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവരുടെ അടയാളമായിട്ടുള്ള പാട്ടത്തണ്ടലും അതേപോലെ തന്നെ വെള്ള ബോട്ടിലും കൊണ്ട് അവർക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ കളിക്കളത്തിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് നമ്മളും കാണിച്ചത് ആംഗ്യം. പാട്ട കൊണ്ടുള്ള തണ്ടലും അതേപോലെ തന്നെ വെള്ളക്കുപ്പിയും വെച്ച് നടക്കേണ്ടി വരും. എല്ലാവരുടെ അടുത്തുനിന്നും ലോക ഭിക്ഷ ബാങ്ക് എന്നറിയപ്പെടുന്ന ലോക ഭിക്ഷക്കാരുടെ ഏറ്റവും വലിയ നേതാക്കൾ എന്നറിയപ്പെടുന്ന അവരുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ്. അവർ ലോകം കഴിഞ്ഞ് നീങ്ങി തെണ്ടുകയാണ്. അവർ ആരുടെയെങ്കിലും ഒരു അഭയം കിട്ടണം, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും കിട്ടിയാലും അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ്. എന്നാൽ പോലും അവരുടെ ആ ഒരു അഹങ്കാരത്തിന് കമ്മിയില്ല എന്നുള്ളതും അതിനനുസരിച്ചുള്ള അർഹമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇന്നലെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഹസ്തദാനം ഉണ്ടാവില്ല, അത് വളരെയധികം വ്യക്തമായൊരു മറുപടിയാണ്. ബഹിഷ്കരണം ഒന്നിനൊരു ഒരു ഇതല്ല, സൊല്യൂഷൻ അല്ല. എന്തിനാ ബഹിഷ്കരിക്കുന്നു? എന്തിനാ നമ്മൾ അവരെ ബഹിഷ്കരിക്കേണ്ടത്? എന്തിനാ നമ്മൾ അവർക്ക് ചാൻസ് കൊടുക്കുന്നത്? അവർ ചെയ്യുന്ന സ്റ്റേറ്റ് സ്പോൺസർ, അതായത് അവരുടെ രാജ്യം സ്പോൺസർ ചെയ്ത് ചെയ്യുന്ന ടെററിസം, തീവ്രവാദം കൊണ്ട് അവരുടെ ആക്ഷൻസ്, അതായത് അവർ നടത്തുന്ന തീവ്രവാദത്തിൻ്റെ സ്പോൺസർഷിപ്പിനെ തുറന്നു കാണിക്കാൻ പറ്റുന്ന ഏതൊരു വേൾഡ് പ്ലാറ്റ്ഫോമും നമ്മൾ ഉപയോഗിക്കണം. അത് വളരെയധികം കാര്യമാണ്. അല്ലാണ്ട് ഇവിടെ ഈ ഉള്ളിലുള്ള രാജ്യദ്രോഹ ശക്തികൾ വിചാരിക്കുന്ന പോലെ മാത്രം ആഗോള കാര്യങ്ങളിൽ ഇടപെടാൻ മാത്രമുള്ള പൊള്ളയായ അല്ലെങ്കിൽ മന്ദബുദ്ധികളായിട്ടുള്ള ഭാരതീയ പൗരന്മാരോ അല്ലെങ്കിൽ BCCIയോ അല്ലെങ്കിൽ കളിക്കാരോ അല്ല ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുള്ളത് തെളിയിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അവസരങ്ങൾ കിട്ടുമ്പോൾ കളിയായിട്ട് ജയിച്ച് തോൽപ്പിച്ചുകൊണ്ട് ഇനിയും അവരുടെ ആ ഒരു നീചമായ പ്രവൃത്തി, അവർ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവരുടെ തീവ്രവാദികൾ വന്ന് കൊല വിളിച്ചു പോയ ആ പേൽഗാമിലെ മനുഷ്യർക്ക് വേണ്ടി എവിടെയൊക്കെ നമുക്ക് പ്രതീകാത്മകമായിട്ട് പ്രതികരിക്കാൻ കഴിയുമോ അവിടെയൊക്കെ പ്രതികരിക്കുക തന്നെ വേണം. അതിൽ യാതൊരു വിധ ദയയും പ്രതീക്ഷിക്കേണ്ട. അവർ നമ്മളെ ശത്രുസ്ഥാനത്താണ് കാണുന്നത് എങ്കിൽ നമുക്കും അവരോട് അതേ തരത്തിലുള്ള നിലപാടേ എടുക്കാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ ജനങ്ങളോടല്ല, വീണ്ടും ഞാൻ പറയുന്നു, അവിടുത്തെ ജനങ്ങളോടല്ല, അവിടുത്തെ സൈനിക വ്യവസ്ഥയ്ക്കും അതേപോലെ തന്നെ അത് വഴി സ്പോൺസർഡ് ആവുന്ന തീവ്രവാദത്തിനുമെതിരെയാണ് ഭാരതം എന്നും പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണം ഇനിയും ഉണ്ടാവും. പക്ഷേ ആ കളിക്കാരും അത് ആലോചിക്കേണ്ടായിരുന്നു. അവരുടെ ചില കളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ വളരെയധികം അവഹേളനം പുലർത്തുന്നതായിരുന്നു. അവരുടെ ആഘോഷപ്രകടനങ്ങൾ അതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ചും കിട്ടും. അപ്പോൾ തിരിച്ചു കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്ത്യക്കാർ. അതും ഇന്ത്യ എവിടെയോ കിടക്കുന്നു, ഇവരെവിടെയോ കിടക്കുന്നു എന്നുള്ളത് ഓർത്ത് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.